സകല അധികാരവും കൈപ്പിടിയിൽ ഒതുക്കിയിരുന്ന ഒരു കുടുംബം ഒന്നാകെ ലൈംഗിക പീഡന കേസുകളിൽ അകത്താവുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമാണ്. അതും ഒരു മുൻ പ്രധാനമന്ത്രിയുടെ മക്കളും ചെറുമക്കളും അടങ്ങുന്ന കുടുംബം. ഇന്ത്യയുടെ 11ാം പ്രധാനമന്ത്രിയും രാജ്യത്തെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളുമായ HD ദേവഗൗഡ, അദ്ദേഹത്തിൻ്റെ മൂത്ത മകനും കുടുംബവുമാണ് അധികാരത്തണലിൽ സകല അധമ പ്രവൃത്തികളും ചെയ്ത് പെട്ടുകിടക്കുന്നത്. 6 പതിറ്റാണ്ടിലധികമായി കർണാടക രാഷ്ട്രീയത്തിലെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരാണ് ദേവഗൗഡയും കുടുംബവും. പിതാവിനെ പോലെ മക്കളായ HD രേവണ്ണയും HD കുമാരസ്വാമിയും കർണാടകയിലെ കുടുംബ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. കുമാരസ്വാമി ഇപ്പോൾ കേന്ദ്രത്തിൽ ഉരുക്ക് ഖന വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം കർണാടക മുൻ മുഖ്യമന്ത്രിയുമായിരുന്നു. ഹാസൻ ജില്ലയിലെ ചോദ്യം ചെയ്യാനാവാത്ത അധികാര കേന്ദ്രമായിരുന്നു രേവണ്ണയുടെ കുടുംബം. ഹാസനിൽ നീതിയും ന്യായവുമൊക്കെ രേവണ്ണ പറയുന്നതാണ്. അതായിരുന്നു സ്ഥിതി. അതുകൊണ്ട് തന്നെ ഇവരുടെ ദുർനടപ്പുകളെക്കുറിച്ചൊന്നും പരാതിപ്പെടാൻ ആരുമുണ്ടായിരുന്നില്ല. മുത്തച്ഛൻ്റെയും അച്ഛൻ്റെയും അധികാരത്തണലിൽ വളർന്ന രേവണ്ണയുടെ 2 ആൺമക്കളും സകല കൊള്ളരുതായ്മകളുടെയും വിളനിലമായിരുന്നു. ഹാസൻ അവരാണ് ഭരിച്ചിരുന്നത്. ഗ്രാമവാസികൾക്കെല്ലാം ഈ 2 പേരെയും ഭയമായിരുന്നു. രേവണ്ണയുടെ ഇളയ മകൻ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ പ്രജ്വൽ. അദ്ദേഹം 17ാം ലോക്സഭയിൽ ഹാസനിൽ നിന്നുള്ള MP ആയിരുന്നു. സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ MP-മാരിൽ ഒരാൾ. തൻ്റെ അടുത്ത് സഹായം തേടി വരുന്ന സ്ത്രീകളെ പ്രായഭേദമില്ലാതെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തതിൻ്റെ കഥകൾ പതിയെയാണ് പുറത്തു വന്നത്. അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും പീഡന ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്തും ഇരകളെ ആവർത്തിച്ച് പീഡിപ്പിച്ചു. 100-ലധികം സ്ത്രീകളുടെ 3000-ലധികം ക്ലിപ്പുകളാണ് ഇയാളുടെ ഫോണിലുണ്ടായിരുന്നത്. ഒന്ന് ഓർക്കണം, 1-2മല്ല, 3000-ലധികം. ഇക്കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഈ ദൃശ്യങ്ങൾ നാടാകെ പരക്കാൻ തുടങ്ങി. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ലൈംഗിക പീഡന വാർത്തകൾ വലിയ ചർച്ചകളായി. ഇയാളുടെ ഡ്രൈവറാണ് ദൃശ്യങ്ങൾ ചോർത്തിയതെന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം. തെരഞ്ഞെടുപ്പിൽ BJPക്കൊപ്പമായിരുന്ന ജനതാദളിൻ്റെ തകർച്ചയ്ക്ക് പോലും ഈ സംഭവം ഇടയാക്കി. 60 വയസ്സുകാരിയായ വീട്ടുജോലിക്കാരിയെ പോലും ഇയാൾ വെറുതെ വിട്ടില്ല. പോളിംഗ് കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് ജർമ്മനിയിലേക്ക് ഒളിവിൽ പോയ പ്രജ്വൽ 1 മാസം കഴിഞ്ഞാണ് തിരിച്ചെത്തിയത്. MP എന്ന നിലയിൽ ജനക്ഷേമകരമായ ഒരു പ്രവർത്തനവും പ്രജ്വൽ ആ മണ്ഡലത്തിൽ നടത്തിയിരുന്നില്ല. അധികാരം ഉപയോഗിച്ച് അർമാദിച്ചു നടന്നു. 100-ലധികം സ്ത്രീകളെ ദുരുപയോഗം ചെയ്തിട്ടും വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് പരാതിപ്പെടാൻ ധൈര്യം കാട്ടിയത്. അത്രയ്ക്ക് അധികാര കേന്ദ്രമായിരുന്നു അവരൊക്കെ. പ്രജ്വലിനെതിരെ ആദ്യം പരാതിപ്പെട്ട ഇരയുടെ അമ്മയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലാണ് പിതാവ് രേവണ്ണ ആദ്യം അറസ്റ്റിലായത്. അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയതിനും ഇയാൾക്കെതിരെ കേസുണ്ട്. അമ്മയെ കാണാനില്ലെന്നും രേവണ്ണയുടെ നിർദ്ദേശപ്രകാരം സഹായി തട്ടിക്കൊണ്ടുപോയെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇരയുടെ മകൻ മൈസൂർ പോലീസിൽ പരാതി നൽകിയത്. ആ പരാതിയിലാണ് അറസ്റ്റ് നടന്നത്. 2 ആഴ്ചയിലധികം ജയിലിൽ കിടന്നു. ഇതേ കേസിൽ രേവണ്ണയുടെ ഭാര്യ ഭവാനിയും പ്രതിയാണ്. കർണാടക ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ഭവാനി കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങി. ഏറ്റവും ഒടുവിൽ രേവണ്ണയുടെ മൂത്ത മകൻ സൂരജ് രേവണ്ണയും പീഡന കേസിൽ അറസ്റ്റിലായി. ഇതെന്താ, ഒരു കുടുംബം മുഴുവൻ, ഒരു അധികാര കേന്ദ്രത്തിലിരുന്ന ഒരു കുടുംബം മുഴുവൻ പീഡന കേസുകളിൽ പ്രതിയാവുന്നു. അവർക്കെതിരെ പരാതി ഉയരുന്നു. 27 വയസ്സുകാരനായ യുവാവിനെ ജോലി വാഗ്ദാനം ചെയ്ത് ഫാം ഹൗസിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് കേസ്. പോലീസ് പറയുന്ന തീയതി പരിഗണിച്ചാൽ പ്രജ്വലിൻ്റെ കേസുകൾ രാജ്യമാകെ വലിയ ചർച്ചയാകുകയും ജർമ്മനിയിലേക്ക് മുങ്ങിയ ഇയാളെ തിരിച്ചെത്തുകയും ചെയ്ത ദിവസങ്ങളിൽ തന്നെയാണ് സഹോദരൻ സൂരജ് പാർട്ടിയിലെ സഹപ്രവർത്തകനോട് ഈ ലൈംഗിക അതിക്രമം കാട്ടിയത്. വല്ലാത്തൊരു കുടുംബമെന്ന് പുറത്തുള്ളവർ പറയുമെങ്കിലും ഹാസനിലോ കർണാടകയിലോ ഉള്ളവർക്കാർക്കും ഈ പുറത്തു വരുന്ന വാർത്തകളിലൊന്നും അമ്പരപ്പില്ല. അതാണ് സത്യം. അവരൊക്കെ ഇതൊക്കെ കണ്ടും കേട്ടുമൊക്കെ തഴമ്പിച്ച് കഴിഞ്ഞു. അവർക്കൊന്നും പരാതിയില്ല. പരാതി പറയാൻ പോലും ഒരാൾ പോലും മുന്നോട്ട് വരുന്നില്ല. അതാണ് ദേവഗൗഡയുടെ കുടുംബം. അവരെ ഭയന്ന് ഒരാൾ പോലും മുന്നോട്ട് വരില്ല അവർക്കെതിരെ പരാതിയുമായി.